ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മത്തങ്ങ കറിയാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് കുക്കറിലേക്ക് ഇടാം. 1 കപ്പ് വെള്ളം ചേർക്കാം അതിലേക്ക്. ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 വിസിൽ വരും വരേക്കും ഇതൊന്ന് വേവിച്ചെടുക്കാം. അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് ഇനി വറ്റൽമുളക്, ചെറുതായി അരിഞ്ഞ ഉള്ളി ഇവ ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർക്കാം. ഇനി തേങ്ങ ഒന്ന് ചുമന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, കറി റെഡി ആയിട്ടുണ്ട്.